ഇവിടെ ഈ ഡോറിനടിക്കുന്ന പെയിൻറ് NC ടീക്ക് ആണ്. ഇത് കൂടുതൽ കാലം ഈട് നിൽക്കുന്ന ഒരു തരം പെയിൻ്റാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഈ കാലാവസ്ഥയിൽ ഉണങ്ങിക്കിട്ടുവാനും വളരെയധികം ബെസ്റ്റായ ഒരു പെയിൻ്റാണ്. അപ്പോൾ അത് അണ്ടർകോട്ട് അടിച്ചിട്ട് മെലാമിൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വരയ്ക്കുന്നത്. സാധാരണ അധിക പേരും വരയ്ക്കുന്നത് ഇനാമൽ, ടർപ്പൻ്റ്, ബ്രൗൺ ഇനാമൽ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് വരയ്ക്കാറുള്ളത്. മെലാമിനിൽ വരയ്ക്കുന്നവരുമുണ്ട്. ഇവിടെ വരയ്ക്കുന്നത് മെലാമിനിലാണ്. മെലാമിൻ മാറ്റോ സീലറോ ഏതും ഉപയോഗിക്കാം. മെലാമിൻ മാറ്റ് ഒരു അല്പം എടുത്ത് അതിൽ 2 ഭാഗത്തോളം അതിൻ്റെ ടിന്നർ ഒഴിക്കുക. കൂടാതെ അല്പം ടർപ്പൻ്റ്, സാധാ മിനറൽ ടർപ്പൻ്റും ഒഴിക്കുക. അതിനുശേഷം വാൾനട്ട്, റെഡ് ബ്രൗൺ എന്നിവയും ഒഴിക്കുക. പാർട്ടി ഏത് കളറാണോ ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് അതിന് മാറ്റം വരുത്തുക. റെഡ് ഷെയ്ഡ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ റെഡ് ബ്രൗൺ ഒഴിക്കുക. അതുപോലെ തന്നെ വാൾനട്ട്, റെഡ് ബ്രൗൺ എന്നിവയൊക്കെ ആദ്യം അല്പം മിക്സ് ചെയ്ത് അടിച്ചതിന് ശേഷം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ മെലാമിൻ ഉപയോഗിച്ച് വാഷ് ബ്രഷ് കൊണ്ട് അടിച്ചിട്ട് കൈകൾ കൊണ്ട് ചെറിയ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈ ആയി വരുന്ന സമയം നീക്കി കഴിയുമ്പോൾ നല്ല ഒന്നാന്തരം നാച്ചുറൽ ഗ്രെയിൻസ് വരുന്നതായിരിക്കും. അത് നിരന്തരം പ്രാക്ടീസ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. മറ്റു ഗ്രെയിൻസിനേക്കാൾ അപേക്ഷിച്ച് ഒരു നാച്ചുറൽ ലുക്ക് ഇതിനുണ്ട്. മറ്റ് ഗ്രെയിൻസുകൾ എങ്ങനെയായാലും എത്ര നല്ലതായി വരച്ചാലും അതൊരു ആർട്ടിഫിഷ്യൽ ലുക്കായിട്ടായിരിക്കും തോന്നുന്നത്. നല്ല രസമുള്ള ഗ്രെയിൻസ് ആയിരിക്കും, പക്ഷേ എന്താണ് അതടുത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഫീൽ ചെയ്യും. മെലാമിൻ എന്ന് പറയുന്നത് അതൊരു ലയിച്ചിട്ട് ലയനമുള്ളത് കൊണ്ട് അതൊരു ആർട്ടിഫിഷ്യൽ ഗ്രെയിൻസായി തോന്നാറില്ല. പക്ഷേ ഇത് വരയ്ക്കുമ്പോൾ ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ ഇത് കൈകൾ കൊണ്ട്, അത് ഇലാസ്റ്റിക്കലിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് കൈകൾ കൊണ്ട് ഗ്രെയിൻസ് വളരെയധികം നീട്ടി കൊണ്ടാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുക.